ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അഭിഷേക് ആണ്. സോ ഗൈസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ നമുക്ക് ഒരുപാട് പേര് ചോദിച്ചൊരു ചോദ്യമാണ്, ഡൊമിനറിൽ എന്തുകൊണ്ട് ഒരു ക്രാഷ് ഗാർഡ് സെറ്റ് ചെയ്യുന്നില്ല എന്നുള്ള ചോദ്യം. അപ്പം അതിൻ്റെ ഒരു ഉത്തരവായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. ആക്ച്വലി എൻ്റെ വണ്ടി എടുത്തിട്ട് ഇന്ന് കറക്റ്റ് 2 വർഷമായിട്ടുണ്ട് കേട്ടോ. അതായത് എൻ്റെ വണ്ടി എടുത്തിട്ട് 1 വർഷമായപ്പോൾ ഞാൻ എൻ്റെ വണ്ടിക്ക് സർപ്രൈസ് ആയിട്ട് പെയിൻറ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇന്ന് എൻ്റെ വണ്ടിക്ക് സർപ്രൈസ് ആയിട്ട് ഞാൻ ഒരു ക്രാഷ് ഗാർഡ് മേടിച്ചിട്ടുണ്ട് കേട്ടോ. അതായത് മോട്ടോ ടോർക്കിൻ്റെ ക്രാഷ് ഗാർഡാണ്. എൻ്റെ ഒരു സ്വഭാവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുമ്പ് സ്ട്രെല്ല് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. അതായത് നമ്മൾ നമ്മുടെ വണ്ടി എടുക്കുന്ന ടൈമിൽ എല്ലാം അങ്ങ് ചെയ്യരുത്, നമ്മൾ പയ്യെ ചെയ്യണം വണ്ടിയുടെ ഓരോരോ മോഡിഫിക്കേഷൻ. കാരണം അപ്പോഴും നമ്മുടെ വണ്ടി നമുക്ക് ഒരിക്കലും മടുക്കില്ല. കാരണം നമുക്ക് കാണുമ്പോൾ എപ്പോഴും ഒരു പുതുമ ഫീൽ ചെയ്തുകൊണ്ടിരിക്കും നമ്മുടെ വണ്ടിയിൽ. സോ അതാണ് എൻ്റെ അതേ മൈൻഡ് സെറ്റാണത്. സോ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ വണ്ടിയിൽ പുതിയൊരു ക്രാഷ് ഗാർഡ് ഇൻസ്റ്റാൾ ചെയ്യാൻ പോവാണ്. നിങ്ങൾ തമ്മിൽ കണ്ടതല്ല, മോട്ടോ ടോർക്കിൻ്റെ ക്രാഷ് ഗാർഡാണ്. അത്യാവശ്യം നല്ലൊരു ക്രാഷ് ഗാർഡാണ്. ഏകദേശം 6000 അടുപ്പിച്ച് MRP പറഞ്ഞ ക്രാഷ് ഗാർഡാണ്. ജെറിക്കാനും കാര്യങ്ങളൊക്കെ വയ്ക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. സോ നമുക്ക് വീഡിയോയിലോട്ട് പോകും. വീഡിയോയിലോട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. മാത്രമല്ല നമ്മുടെ ഇൻസ്റ്റാഗ്രാം ID, ഫേസ്ബുക്ക് പേജ്, വാട്സ്ആപ്പ് ഗ്രൂപ്പും കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷനുണ്ട്. വാട്സ്ആപ്പ് ഗ്രൂപ്പിലെ വണ്ടി കാര്യം മാത്രം. വീഡിയോയിലോട്ട് പോകാം. സോ ഗൈസ്, നമ്മുടെ വണ്ടിയിലെ ക്രാഷ് ഗാർഡ് സെറ്റ് ചെയ്യാനായിട്ട് ഞാൻ എൻ്റെ ഷെഡിൽ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് എൻ്റെ പണിസ്ഥലം. നമുക്കിവിടെ കാർ പോർച്ചാണ്. കാർ ഞാൻ എടുത്ത് അവിടെ മാറ്റി പാർക്ക് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അത്യാവശ്യം നല്ലൊരു വലിയ ഷെഡാണ്. ഒരു വർക്ക്ഷോപ്പ് സ്പേസിനൊക്കെ പറ്റിയൊരു സാധനമാണ്. ഞാൻ ചെറിയൊരു ടേബിളൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് നമ്മളെ കസ്റ്റമൈസ്ഡ് ടൂൾ ബോക്സും കാര്യങ്ങളൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ചെയിൻ ലൂബ്, WD-40, അതുപോലെ അല്ലെങ്കിൽ ഇതൊക്കെ കയ്യിലിരുന്ന ഗ്ലൗസ്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളാണ് കേട്ടോ. എൻ്റെ വണ്ടിയുടെ മെയിൻ്റെനൻസ് വർക്കും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചാണ് ചെയ്യണം. അത്യാവശ്യം നല്ല സ്പേസ് ആണ് ഇവിടെ, അത്യാവശ്യം ചെയ്യാൻ പറ്റും. സോ ഞാൻ എടുത്തിട്ടുള്ള ക്രാഷ് ഗാർഡ് ഏതാണെന്ന് കാണിച്ചു തരാം. ഈ ക്രാഷ് ഗാർഡാണ് ഞാൻ എൻ്റെ വണ്ടിക്ക് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ. അതായത് മോട്ടോ ടോർക്കിൻ്റെ ക്രാഷ് ഗാർഡാണ്. മോട്ടോ ടോർക്കിൻ്റെ ബ്രാൻഡിങ് കാര്യങ്ങളൊക്കെ ഉള്ള മോട്ടോ ടോർക്കിൻ്റെ ക്രാഷ് ഗാർഡാണ്. ജെറിക്കാനും കാര്യങ്ങളൊക്കെ വയ്ക്കാൻ പറ്റിയൊരു ക്രാഷ് ഗാർഡാണ് കേട്ടോ. ഞാൻ എന്തായാലും ഇതിൻ്റെ ഡീറ്റെയിൽ പറഞ്ഞുതരാം. ഗൈസ്, ഞാൻ എടുത്തിട്ടുള്ള ഈ ക്രാഷ് ഗാർഡാണ് കേട്ടോ. അതായത് മോട്ടോ ടോർക്കിൻ്റെ ക്രാഷ് ഗാർഡാണ്. വോയിസ് എത്രത്തോളം ക്ലാരിറ്റിയിൽ കിട്ടണമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഞാൻ അത്യാവശ്യം കുറച്ച് തന്നെ പറയാനുണ്ട്, കാരണം എൻ്റെ വയർലെസ് മൈക്കും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. സോ ഈ ക്രാഷ് ഗാർഡാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഒരു പെയർ എടുത്തിട്ടുണ്ട് കേട്ടോ. വീട്ടിൽ നിൽക്കുന്ന ഡ്രസ്സാണ്, അതുകൊണ്ടാണ് ഒരു ബെർമുഡ കിട്ടി നിൽക്കുന്നത്. ഇതിൻ്റെ ഒരു പെയറാണ്. 2 സാധനമുണ്ട് കേട്ടോ. ഈ കാണുന്ന 2 ക്രാഷ് ഗാർഡാണ്. 2 സൈഡിൽ വേണ്ടിയിട്ടാണ്. അപ്പം ഇത് മോട്ടോ ടോർക്കിൻ്റെ ക്രാഷ് ഗാർഡാണ്. ആക്ച്വലി ഇതൊരു യൂസ്ഡ് പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതായത് ഇതിൻ്റെ ഈ സാധനം കണ്ടോ, ഇവിടെയൊക്കെ ചെറിയൊരു സ്ക്രാച്ച് ആയിട്ടുണ്ട്. കാരണം എൻ്റെ ഫ്രണ്ടിൻ്റെ എടുത്ത സാധനമാണ്. അവൻ വണ്ടി വിറ്റ സമയത്ത് ഞാൻ എടുത്തതാണ്. അവൻ ഈ സാധനം എടുത്തിട്ട് ഏകദേശം 2 മാസമായിട്ടുള്ളൂ. ഇത് ഞാൻ തന്നെയാണ് അവന് ബാങ്കിറോസിൻ്റെ പേജിൽ നിന്ന് പർച്ചേസ് ചെയ്ത് കൊടുത്തത് പോലും. അപ്പം അവനിത് ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ അത്യാവശ്യം ഒരു റീസണബിൾ ആയിട്ടുള്ള പ്രൈസിന് ഞാനിതങ്ങ് വാങ്ങി കേട്ടോ. അത്യാവശ്യം നൈസ് സാധനമാണ്. മോട്ടോ ടോർക്കിൻ്റെ സാധനമാണ്. സെറ്റ് ചെയ്യാനായിട്ട് വേറെ ഒന്നുമില്ല. ഈ കാണുന്ന ബോൾട്ടും ഇളകണം. അതുപോലെ ഈ ഒരു ബോൾട്ടും ഇളകണം കേട്ടോ. അത്രയും മാത്രമേ ഉള്ളൂ. നമുക്ക് എന്തായാലും വർക്കിലോട്ട് പോകും. കേസ്, അപ്പോൾ നമുക്ക് എന്തായാലും വർക്ക് തുടങ്ങാം. നമുക്ക് വേണ്ട ഞാൻ പറയുന്നത് തന്നെ അല്ലെങ്കിൽ എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഇരിപ്പുണ്ട് കേട്ടോ. അതുപോലെ നമുക്ക് 10ൻ്റെ ടീ വേണം. നമ്മളെ ടീ ബോക്സ് ഇതാണ് നമ്മളെ ടീ ബോക്സ് കേട്ടോ. ഇതിൽ 10ൻ്റെ ടീ വേണം. ഇതാണ് ഞാൻ കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്തെടുത്തിട്ടുള്ള സാധനമാണ് കേട്ടോ. ഇത് ടീ ഒക്കെ സെറ്റ് ചെയ്യാനുള്ളൊരു, അതായത് ഇതിൽ നമുക്ക് എല്ലാം ഇടാൻ പറ്റും. ഇതിലുള്ള എത്ര ടീ വേണോ നമുക്ക് ഇതിലിടാൻ പറ്റും. അതായത് ഒറ്റ കയ്യിലാണ് ഷൂട്ട് ചെയ്യണം. കണ്ട, ഇതുപോലെ ഇരിക്കും. ആവശ്യം കഴിയുമ്പോൾ ഇളക്കിയൊക്കെ മാറ്റുക. സിമ്പിൾ വർക്ക്. സോ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം. ഒരു ഷോർട്ട് ആയിട്ട് നേടാം കേട്ടോ. ഗൈസ്, നമ്മളങ്ങനെ നമ്മുടെ പഴയ ക്രാഷ് ഗാർഡ് അഴിച്ചെടുത്തിട്ടുണ്ട്. പുതിയ ക്രാഷ് ഗാർഡ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പോവുകയാണ്. ആദ്യത്തേത് വെച്ചിട്ടുണ്ട്, രണ്ടാമത്തെ വെച്ചിട്ടുണ്ട്, മൂന്നാമത്തേത് വെച്ചിട്ടുണ്ട്. കണ്ടാ, അതായത് ജസ്റ്റ് ചെറിയൊരു പണി. അപ്പോൾ എന്തായാലും നമുക്ക് ഫിറ്റിങ്സിലോട്ട് പോകാം. ഗൈസ്, നമുക്കങ്ങനെ സെറ്റ് ചെയ്യാനുള്ളത് എനിക്ക് കറക്റ്റ് അറിയാൻ പാടില്ലായിരുന്നു. അപ്പം പഴയ ക്രാഷ് ഗാർഡ് ഇളക്കിയാൽ മാത്രം പോരാ. ഈ ഇരിക്കുന്ന 2 ബോൾട്ട് ഉണ്ടോ, അതായത് ഈ 2 ബോൾട്ട്, ഇത് 2 കൂടെ ഇളക്കിയാലേ നമുക്ക് ക്രാഷ് ഗാർഡ് സെറ്റ് ചെയ്യാനായിട്ട് പറ്റൂ. കാരണം ഇവിടെ ഇതിന് 2 ക്ലാമ്പ് പറഞ്ഞുണ്ട്. ഈ ക്ലാമ്പ് കണ്ടോ, അതായത് ഇവിടെ 2 ക്ലാമ്പ് പറഞ്ഞുണ്ട്. അപ്പോൾ ഈ 2 ബോൾട്ടും കൂടെ ഇളക്കിയാലേ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ സെറ്റ് ചെയ്യണത് ഒരു ചെറിയ ടാസ്ക്കാണ്. അത് നമുക്ക് എന്തെങ്കിലും ഇട്ട്, അതായത് കുറച്ച് നീളം കൂടി ബോൾട്ട് അങ്ങനെ എന്തെങ്കിലും ഇട്ട് നമുക്ക് സെറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ. കേസ്, അങ്ങനെ നമ്മൾ ഒരു സൈഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം സ്ട്രോങ് ആയിട്ട് തന്നെ ഒരു സൈഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ലതായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി അപ്പുറത്തെ സൈഡാണ്. അപ്പം ഇവിടെ നമുക്ക് ചെറിയൊരു പണി കിട്ടി. ഇവിടുത്തെ ബോൾട്ട് ഇടാൻ പറ്റാനുള്ള, അതായത് ഇവിടുത്തെ ഈ ബോൾട്ടാണ്. പക്ഷേ കണ്ടോ, അകത്ത് കയറാനുള്ള. അപ്പോൾ നമുക്ക് ലൈറ്റിൽ പോയിട്ട് എന്തെങ്കിലും ചെയ്യാം, അത് പിന്നീട് ചെയ്യാം. അപ്പം ഇത് അത്യാവശ്യം സ്ട്രോങ്ങസ്റ്റ് ആണ് കേട്ടോ. ഇവിടെ നമ്മൾ അല്ലെങ്കിൽ ബോൾട്ടൊക്കെ ഇട്ടാണ് സെറ്റ് ചെയ്താൽ. അതായത് ഇതാണ് അതിൻ്റെ സ്റ്റോക്ക് ബോൾട്ട്. പക്ഷേ ഇത് കയറാത്തതുകൊണ്ട് നമ്മളൊരു അല്ലെങ്കിൽ ബോൾട്ട് ഇവിടെ, അതായത് നമ്മളെ ടൂൾസിൻ്റെ അടുത്ത് കിടന്ന ഒരു അല്ലെങ്കിൽ ബോൾട്ട് ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്.
2 സൈഡ് സെറ്റ് ചെയ്ത് അതുപോലെ താഴെ ഇവിടെയും സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഒരു സൈഡിൽ സെറ്റ് ചെയ്തപ്പോൾ ലുക്ക്. ഇനി ഇപ്പുറത്തെ സൈഡാണ് കേട്ടോ. ഇപ്പുറത്തെ സൈഡ് ഓവറായിട്ട് വെട്ടം കിട്ടില്ല, അതുകൊണ്ട് ഇപ്പുറത്തെ സൈഡ് സെറ്റ് ചെയ്യാൻ ഇങ്ങനെ കാണിച്ചു തരാനുള്ള ഇത് മനസ്സിലായല്ല, ഇങ്ങനെയാണ് സെറ്റ് ചെയ്യാനുള്ള ബാക്കി വർക്ക് കഴിഞ്ഞിട്ടാണ് കേട്ടോ. കേസ് നമ്മളങ്ങനെ ഓൾമോസ്റ്റ് നമ്മൾ ക്രാഷ് കാർഡെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. റൈറ്റ് സൈഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്, ലെഫ്റ്റ് സൈഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്, എല്ലാം ഓൾമോസ്റ്റ് നമ്മൾ ഫിനിഷ് ചെയ്ത് എല്ലാം ഓക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം എന്തായാലും ഇനി നമുക്ക് ഒരു റോഡിലോട്ട് ഇറങ്ങിയിട്ട് ഹെൽമെറ്റിൽ ക്യാമറ മൗണ്ട് ചെയ്തിട്ട് ബാക്കി വിഷ്വൽസ് കാണാം കേട്ടോ. ഗൈസ് അങ്ങനെ നമ്മൾ ക്രാഷ് കാർഡൊക്കെ സെറ്റ് ചെയ്ത് ഓൾമോസ്റ്റ് പണിയെല്ലാം തീർന്ന് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതായത് എല്ലാ പണിയും തീർന്നിട്ട് അപ്പോഴേ ഞാൻ ഇങ്ങോട്ട് വണ്ടി എടുത്തിട്ട് വന്നിട്ടുണ്ട്. അതായത് നമ്മൾ അല്ലെങ്കിൽ വീഡിയോ എടുക്കുന്ന സ്പോട്ട് തന്നെയാണ്. സോ ക്രാഷ് കാർഡ് ഫിറ്റ് ചെയ്ത വീഡിയോ നിങ്ങൾ കണ്ടല്ലോ. അതായത് വേറെ ഒന്നുമില്ല. ആദ്യം ഞാൻ കരുതിയത് ഈ ക്രാഷ് കാർഡ്, അതായത് നമ്മുടെ പഴയ ക്രാഷ് കാർഡ് ഇളക്കിയിട്ട് പഴയ ക്രാഷ് കാർഡ് ഈ ഒരു ഭാഗത്താണ് വന്നാട്ടോ. അപ്പം അവിടെ സെറ്റ് ചെയ്യുക അത്രമാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ കരുതിയത്. സംഭവം അങ്ങനെ അല്ലായിരുന്നു. ഇവിടെ 2 ബോൾട്ട് ഉണ്ട്, അത് വെച്ചാണ് സെറ്റ് ചെയ്യേണ്ടത്. അപ്പം ഇവിടുത്തെ ബോൾട്ടിന് ഇട്ടിട്ടുണ്ട്, ഇവിടുത്തെ ബോൾട്ട് ഇട്ടിട്ടില്ല. പക്ഷേ അപ്പുറത്തെ സൈഡ് ഞാൻ 2 ബോൾട്ട് ഇട്ടിട്ടുണ്ട്. ഇനി ഇവിടുത്തെ ഒരു അല്ലെങ്കിൽ ബോൾട്ട് എനിക്ക് വാങ്ങണം കേട്ടോ. അപ്പം ഇവിടുത്തെ ബോൾട്ട് എനിക്ക് ഇടാൻ പറ്റിയിട്ടില്ല. ഇതാണ് ഞാൻ പറഞ്ഞ ഇത് നമുക്ക് റീകോഡിൽ പോയിട്ട് എന്തെങ്കിലും ചെയ്യണം. അതായത് ഇത് ഈ ഒരു പീസ് മൊത്തം ഇളക്കി ഇതിൻ്റെ അകത്തൂടെ വെച്ച് സെറ്റ് ചെയ്യാനുള്ളൊരു വഴി എന്തെങ്കിലും നമുക്ക് ചെയ്യണം. അത് നമുക്ക് എന്തായാലും റെക്കോർഡിൽ പോയിട്ട് ചെയ്യാം. വൈബ്രേഷൻ കാണിച്ചു തരാം. ഇവിടുത്തെ ബോൾട്ട് സെറ്റ് ചെയ്തിട്ടുള്ള വൈബ്രേഷനാണ് കണ്ട കണ്ട ഈ ഒരു വൈബ്രേഷൻ. അത് ഇവിടുത്തെ ബോൾട്ട് സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇത് സെറ്റ് ചെയ്ത വൈബ്രേഷനും ഇല്ല സെറ്റ്. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ ജെറിക്കാൻ വയ്ക്കാനുള്ളത്. ജസ്റ്റ് ഒന്ന് ഒരു കാണിച്ചു തരാം. അതായത് നല്ല നീളമുള്ള ബോൾട്ടാണ് കേട്ടോ. ഇവിടെ നമ്മുടെ ജെറിക്കാൻ അറിയാമല്ലോ, ഞാൻ സൈഡിൽ ഫോട്ടോ കൊടുക്കാം. അത് വെച്ചിട്ട് അത് കയറ്റി വെച്ചിട്ട് ഇത് വെച്ച് ടൈറ്റ് ചെയ്യുക, അത്രയും മാത്രമേ ഉള്ളൂ ജെറിക്കാൻ വയ്ക്കാനുള്ള. പിന്നെ ഇത് നമുക്ക് ആവശ്യമില്ലെങ്കിൽ റിമൂവ് ചെയ്ത് കളയാനായിട്ട് പറ്റും കേട്ടോ. റിമൂവ് ചെയ്യുമ്പം ഇവിടെ ഒരു MT എന്ന് അതായത് മോട്ടോ ടോർക്കിൻ്റെ ഒരു MT എന്നുള്ളൊരു ഇത് ഇവിടെ കാണിക്കും. ഞാൻ റിമൂവ് ചെയ്ത് കളയാൻ തന്നെ നമുക്ക് എന്തായാലും പിന്നീട് എപ്പോഴെങ്കിലുമൊക്കെ അതങ്ങ് ഊരി കളയാം. ജസ്റ്റ് ഇപ്പം മാച്ചല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഒരു ഷോക്കായിട്ടങ്ങ് ഇരിക്കട്ടെന്ന് വിചാരിച്ച്. അപ്പം സോ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പുറത്തെ സൈഡും അതുപോലെ തന്നെ 2 സൈഡും ജെറിക്കേണ്ട കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. 2 സൈഡും പക്ക സെറ്റായിട്ട് ഇരുന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞ ഒരു പോരായ്മ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബോൾട്ട് ഇടാൻ പറ്റിയുള്ള 2 സൈഡും അത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ചെറിയൊരു വൈബ്രേഷൻ അതുകൊണ്ടുണ്ട്. പിന്നെ ക്രാഷ് കാർഡ് വെച്ചിട്ട് ഞാൻ വീട്ടിൽ ഇതൊരു വന്നപ്പോൾ എൻ്റെ ഒരു അനുഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ട് വലിവ് കുറഞ്ഞതുള്ളൊരു തോന്നലുണ്ട് കേട്ടോ. അതായത് ഈ ക്രാഷ് കാർഡ് തന്നെ വന്നിട്ട് എനിക്ക് തോന്നുന്നു ഏകദേശം 5 കിലോ അടുപ്പിച്ച് കാണാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ 2 കൂടെ 10 കിലോ അടുപ്പിച്ച് വണ്ടിക്ക് എക്സ്ട്രാ 10 കിലോ കയറിയിരിക്കുകയാണ്. മാക്സിമം വെയിറ്റ് റെഡ്യൂസ് ചെയ്യുന്നതിനനുസരിച്ച് വണ്ടിയുടെ മൈലേജ് കൂടും, പെർഫോമൻസ് കൂടും. പക്ഷേ ഇപ്പം വെയിറ്റ് കൂടിയിട്ടുണ്ട്, അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാനൊരു ഡെയിലി യൂസ് കൂടി ചെയ്യുന്ന വണ്ടിയാണ്. അപ്പം എന്തായാലും എനിക്കൊരു ക്രാഷ് കാർഡ് വാങ്ങിച്ച് വയ്ക്കണമെന്നുണ്ടായിരുന്നു, അതുകൊണ്ട് വാങ്ങിച്ച് വെച്ചതാണ്. സോ നിങ്ങൾക്ക് ഈ ക്രാഷ് കാർഡ് ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ക്രാഷ് കാർഡ് ഡൊമിനർ നച്ചസ് കുറച്ചുകൂടി പക്ക സെറ്റ് ആയിരിക്കുമെന്ന് തോന്നുന്നെങ്കിൽ ആ ബ്രാൻഡിൻ്റെ കൂടെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇത് മേടിക്കണമെന്നുള്ളവർക്ക് ഞാൻ എന്തായാലും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിരിക്കാം. മോട്ടോ ടോർക്കിൻ്റെ ഒഫീഷ്യൽ പേജിൽ നിന്ന് അങ്ങനെ അത്യാവശ്യം ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടും. എനിക്കിത് പ്രൊമോഷനൊന്നല്ല കേട്ടോ, ഇത് ഞാൻ സെക്കൻഡ് എടുത്ത സാധനമാണ്. അത്യാവശ്യം ഡിസ്കൗണ്ടൊക്കെ കിട്ടും. പിന്നെ ഇത് മറിച്ചിട്ട് ഇതിൻ്റെ ഡ്യൂറബിലിറ്റി എനിക്ക് കാണിക്കണമെന്നുണ്ട്. അപ്പം എന്തായാലും എൻ്റെ മനസ്സ് സമ്മതിക്കണല്ലോ കേട്ടോ വണ്ടി ഞാൻ മറിച്ചിടാൻ കേട്ടോ. പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും, നമുക്ക് എന്തെങ്കിലുമൊക്കെ സെറ്റാക്കാൻ പറ്റുമെങ്കിൽ സെറ്റാക്കാം കേട്ടോ. സോ ഗൈസ് ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ എന്ത് വീഡിയോ. ബാക്കി ഞാൻ എന്തായാലും റൈഡ് ചെയ്യുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. അത് ജസ്റ്റ് ഞാൻ എന്തായാലും റൈഡ് ചെയ്യുന്ന സമയത്ത് റൈഡ് ചെയ്ത് പറഞ്ഞുതരാം കേട്ടോ, അല്ലെങ്കിൽ വീഡിയോയ്ക്ക് ഒട്ടും ലെങ്ത് ഇല്ലാതായി പോകും. പിന്നെ ഇപ്പം നമ്മുടെ മോട്ടോ വ്ളോഗ് സെറ്റപ്പൊക്കെ കംപ്ലീറ്റ്ലി നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇപ്പം എൻ്റെ പുതിയ ഗോപ്രോണ് ഞാൻ എടുത്തതായിട്ട് ഇതിനിടയ്ക്ക് അത് കംപ്ലൈൻ്റായി, വാറൻറ്റിക്ക് അയച്ച് സാധനം കിട്ടാനായിട്ടൊക്കെ ഒരുപാട് ലേറ്റായി. അതുകൊണ്ടാണ് ആക്ച്വലി ഇപ്പോൾ വീഡിയോസ് ഒന്നും വരാതിരുന്നത്. ഇപ്പം സാധനം എല്ലാം വാറൻറ്റിയൊക്കെ കഴിഞ്ഞ് ക്ലെയിം ചെയ്ത് പുതിയ ഗോപ്രോ തന്നെ അവർ അയച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ഗോപ്രോ ഹീറോ 12 ആണ്, പുതിയ ഗോപ്രോ ആണ്. പിന്നെ ആ ഒരു മീഡിയ മോഡ് കൂടെ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഗോപ്രോ സെറ്റപ്പൊക്കെ എന്തായാലും ഞാൻ ഒരു കണ്ടൻറ്റാക്കി വീഡിയോ ചെയ്തിടും കേട്ടോ. സോ ഗൈസ് അപ്പം അതാണ് ഇത്രയും ദിവസം ഒരു വീഡിയോ ഇടാത്തതിനുള്ള കാരണം. പിന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ, ഗോപ്രോ ഹീറോ 10 നിന്ന് 12 എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളുണ്ടോ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും. സോ വച്ച ക്രാഷ് കാർഡ് ഇഷ്ടപ്പെട്ടെന്ന് കമൻറ്റ് ചെയ്യാം. ഇങ്ങനെയാണ് ക്രാഷ് കാർഡ് വയ്ക്കുമ്പോൾ നമ്മൾ റൈഡിങ് പോസ്റ്ററിൽ നോക്കുമ്പോൾ ലുക്ക് കേട്ടോ. കണ്ടോ ഈ 2 സൈഡ് നോക്കാം. റൈഡിങ് പോസ്റ്ററിൽ നോക്കുമ്പോൾ ലുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. ജസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അതായത് നമുക്ക് ഹെൽമെറ്റോ ഒരു പില്ലിയൻ ഇല്ലാത്തപ്പോൾ തൂക്കിയിടാനായിട്ടൊക്കെ ഉള്ളൊരു സാധനം സെറ്റായി. ഇവിടെ തൂക്കിയിട്ടിരിക്കാം, ഒന്നും അറിയണ്ട, സുഖം. ഈ സൈഡും അതുപോലെ അത്യാവശ്യം നല്ല ലുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ വണ്ടിക്ക്. അത് നിങ്ങൾക്ക് ജസ്റ്റ് കണ്ടപ്പോൾ തന്നെ മനസ്സിലാക്കണം. കാരണം എൻ്റെ അടുത്ത് വേറൊരു പയ്യനും ഇപ്പോൾ പറഞ്ഞിരുന്നത്, ഇപ്പോൾ ഇങ്ങോട്ട് വരണ ഒരു പയ്യൻ കണ്ടപ്പോൾ പറഞ്ഞിരുന്നത് കൊള്ളാം, അത്യാവശ്യം നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ഒരു അഭിമാനം തോന്നിയ ഒരു സമയമായിരുന്നു കേട്ടോ. കാരണം ഞാൻ എൻ്റെ വണ്ടിയിൽ എന്ത് ചെയ്താലും അത് മറ്റൊരാൾ കൊള്ളാം എന്ന് പറയുമ്പം നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവലുണ്ടല്ലോ, അത് പീക്ക് പോയിൻ്റാണ് കേട്ടോ സാറ്റിസ്ഫാക്ഷൻ.
അത് ഒരു വണ്ടി സ്നേഹിക്കുന്ന ഒരാൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും. സോ ഗൈസ്, ഇപ്പം നമ്മൾ കയറിയിട്ടുള്ളത് ബൈ റോഡിലാണ്. ഇത് ബൈപ്പാസാണ് കേട്ടോ, നമ്മളെ കന്യാകുമാരി ബൈപ്പാസാണ് ഈ കാണുന്നത്. ഇതിൻ്റെ കുറച്ചപ്പുറത്താണ് എൻ്റെ വീട്. അപ്പം ഗൈസ്, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ജസ്റ്റ് ഇതിനെ പറ്റി എന്തെങ്കിലും എനിക്ക് ഇനി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും. നമുക്ക് ഡ്യൂറബിലിറ്റി ടെസ്റ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ജസ്റ്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും. എനിക്ക് ചെയ്യാനായിട്ട് വലിയ താല്പര്യമൊന്നുമില്ല, കാരണം എൻ്റെ വണ്ടി മറിച്ചിടണം. അതുകൊണ്ട് എനിക്ക് ചെയ്യാനായിട്ട് വലിയ താല്പര്യമൊന്നുമില്ല, അല്ലെങ്കിൽ ഞാൻ ഇതിൽ ആഡ് ചെയ്യുമായിരുന്നു. പിന്നെ ഞാൻ ഈ സാധനം എടുത്തത് സെക്കൻഡാണ്. എൻ്റെ ഒരു ഫ്രണ്ട് യൂസ് ചെയ്യുന്ന സാധനമാണ്. അവന് ഏകദേശം 1.5 മാസം മുന്നേ ഞാൻ ബാഞ്ചലോസിൻ്റെ പേജിൽ നിന്ന് ഓർഡർ ചെയ്ത് വരുത്തി എടുത്തു കൊടുത്ത സാധനമാണ്. അവന് അബ്രോഡ് പോകാനുള്ള ഒരു വിസ വന്നു. അപ്പം വണ്ടി സെയിൽ ചെയ്താട്ടാ. അപ്പം അതുകൊണ്ട് ഈ സാധനം അവൻ എനിക്ക് തന്നതാണ്. ആക്ച്വലി ഞാൻ പൈസ കൊടുത്തിട്ട് അവൻ മേടിച്ചില്ല, പക്ഷേ എന്നാലും ഞാൻ അവൻ്റെ അക്കൗണ്ടിൽ ഇട്ട് കൊടുത്താട്ടാ. കാരണം അവൻ പറഞ്ഞു നീ എടുത്തോ എന്ന് പറഞ്ഞ് നീ തന്നാണ്, പക്ഷേ ഞാൻ അവന് പൈസ കൊടുത്ത്. കാരണം എൻ്റെ വണ്ടിക്ക് ഞാൻ ചെയ്യുന്നില്ല, അതുകൊണ്ട് എനിക്ക് അങ്ങനെ തോന്നി പൈസ കൊടുക്കണമെന്ന്. അതുകൊണ്ട് അങ്ങനെ പൈസ കൊടുത്ത് വാങ്ങിച്ച ശേഷമാണ്. അത്യാവശ്യം റീസണബിളായിട്ടുള്ള പ്രൈസിനാണ് എനിക്ക് കിട്ടിയത്. ഇതിൻ്റെ പുതിയതിൻ്റെ പ്രൈസ് വന്നിട്ട് 5,900 അടുപ്പിച്ച് എന്താ വിലയുണ്ട്. ഈ സെയിം സാധനം ഞാൻ പറഞ്ഞത് കണ്ടിട്ട്, അതായത് കുറേ ദിവസം മുന്നേ, ഏകദേശം 2-3 മാസം ആകുന്നതാണ്, ഒരു പയ്യ ഉണ്ടാട്ടാ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ട് ചോദിച്ച്, ബ്രോ ഇത് ക്രാഷ് കാർഡ് സെറ്റ് ചെയ്യണം, ഏതാണ് ബെറ്റർ ക്രാഷ് കാർഡെന്ന്. സംഭവം ഞാൻ അവൻ്റെ അടുത്ത് ഈ ക്രാഷ് കാർഡ് ബാഞ്ചലോസിൻ്റെ പേജിൽ നിന്ന് ലിങ്ക് എടുത്ത് അവൻ അയച്ചു കൊടുത്തു. പയ്യനാണെങ്കിൽ മലപ്പുറത്ത് നിന്നാണ് അവൻ്റെ വീട്. അവൻ അടുത്തുള്ളൊരു ഓട്ടോമോട്ടീവ് ഷോപ്പിൽ ചെന്ന് ക്രാഷ് കാർഡ് കിട്ടും. ഈ ഞാൻ അയച്ചു കൊടുത്ത സെയിം ക്രാഷ് കാർഡ്, ഈ ക്രാഷ് കാർഡ് MTയുടെ ക്രാഷ് കാർഡ് എടുത്ത് അതിൽ സെറ്റ് ചെയ്തിട്ട് 2ാമത്തെ ദിവസം ഈ ഫോട്ടോ അയച്ചു ബ്രോ ഞാൻ അത് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ഞാൻ പറഞ്ഞിട്ട് ഒരാൾ അത് വാങ്ങിച്ചു വയ്ക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അതും എന്നെ പരിചയമില്ലാത്ത എൻ്റെ വീഡിയോ കണ്ടിട്ട് ഒരു പയ്യനെ ചോദിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ അവന് ഞാൻ ഇതിലൊരു സ്പെഷ്യൽ താങ്ക്സ് പറയണോ, നീ കാണണമെങ്കിൽ വളരെ നന്ദി. എന്തായാലും ഞാൻ പറഞ്ഞു നീ വാങ്ങിച്ചു വെച്ചല്ലോ. നിൻ്റെ ഒരു അഭിപ്രായം കൂടി ഇതിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. സോ ഗൈസ്, ഇത്രയും നമ്മുടെ ഇന്ന് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് അവിടെ വണ്ടിക്കാര്യം മാത്രം കേട്ടോ. അതായത് ഞാൻ ഇത് എടുത്തു പറയാനുള്ള കാര്യം, അവിടെ നമ്മൾ ചർച്ച ചെയ്യണം മൊത്തം കാറിനെയും ബൈക്കിനെയും പറ്റിയിട്ടാണ്. നിങ്ങൾക്ക് ബൈക്കിനെ പറ്റിയിട്ട് കാരണം ഇത് എന്ത് സംശയം ഉണ്ടെങ്കിൽ നമുക്ക് കൂടെ ചോദിക്കാം. അപ്പോൾ തന്നെ ക്ലാരിഫിക്കേഷൻ കിട്ടും കേട്ടോ. കാരണം ഫുൾ ടൈം ആക്റ്റീവാണ് പയ്യന്മാരൊക്കെ. നമ്മളെ ചത്ത ഗ്രൂപ്പ് ഒന്നുമല്ല, ഫുൾ ടൈം ആക്റ്റീവാണ്. അത്യാവശ്യം നല്ല രീതിയിൽ ചാറ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. സോ എന്തായാലും അടുത്തൊരു വീഡിയോ ആണ്. അതിലേക്കും ബൈ ബൈ.